അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിൻപറ്റി ജീവിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഈ പരിശുദ്ധ റമളാനിൽ പ്രവാചകനെ എങ്ങനെയാണോ പ്രവാചകൻ നമുക്ക് ജീവിച്ച് കാണിച്ചത് അതുപോലെ പ്രവാചകനെ പിന്തുടരാനാണ് നാം ശ്രമിക്കേണ്ടത്. ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കുക, വർജിക്കാൻ പറഞ്ഞ കാര്യം വർജിക്കുകയും ചെയ്യുക. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇതിനപ്പുറം പോയാൽ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാളെ മഹ്ശറയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും. ഒരു ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആ ഒട്ടകത്തിന് വേണ്ടി വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് കാത്തിരിക്കുമ്പോൾ മറ്റൊട്ടകങ്ങൾ വരുമ്പോൾ അവയെ തടയുന്നത് പോലെ, സ്വന്തം ഒട്ടകത്തിന് കൊടുക്കാൻ വെള്ളം സൂക്ഷിക്കുന്നത് പോലെ, നാളെ ഹൗലുൽ കൗസറിങ്കൽ നിങ്ങൾക്ക് മാത്രം ആ വെള്ളം നൽകാൻ വേണ്ടി ഞാൻ അവിടെ കാത്തു നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ പറഞ്ഞു, എങ്ങനെയാണ് നബിയെ നിങ്ങൾ ഞങ്ങളെ തിരിച്ചറിയുക അവിടെ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ വുളൂവിന്റെ കാരണത്താൽ നിങ്ങളുടെ കൈകാലുകളും മുഖങ്ങളും പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾ വരിക. അപ്പൊ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ്. നമ്മൾ വുളൂ ചെയ്യുമ്പോൾ ഈ വുളൂ ചെയ്യുന്നത് നാളെ ഹൗലുൽ കൗസറിങ്കിൽ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ നമുക്ക് ഹൗലുൽ കൗസറാകുന്ന ആ പാനീയം, നമ്മുടെ ബുദ്ധി കൊണ്ട് വർണ്ണിക്കാനും നിർവചിക്കാനും ആവാത്ത ആ പാനീയം തരാൻ നമുക്കുള്ള ഒരു അടയാളമാണ് നമ്മൾ ഈ കൊടും തണുപ്പിൽ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ അവിടെ ഹൗലുൽ കൗസറിങ്കൽ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗം ആളുകളെ തടയുന്ന സാഹചര്യമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, നബിയെ, ആ വരുന്ന ആളുകൾ നിങ്ങളുടെ ആളുകളല്ല, അവർക്ക് വെള്ളം നൽകരുത് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ആഹ്വാനമുണ്ടാകും. ആ സമയത്ത് പ്രവാചകൻ പറയും, റബ്ബേ, അത് എന്റെ ആളുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാകും, നബിയെ, നിങ്ങൾ പഠിപ്പിക്കാത്ത ഒരുപാട് പുത്തൻ കാര്യങ്ങൾ ഇവർ നിങ്ങളുടെ മതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചതിന് എതിരെ നിങ്ങൾ പഠിപ്പിക്കാത്ത ഒരുപാട് ബിദ്അത്തുകൾ നിങ്ങളുടെ മതത്തിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ഹൗലുൽ കൗസർ നൽകാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, സുഹ്ഖൻ സുഹ്ഖ, കടന്നു പോകൂ, അകന്നു പോകൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇപ്പോൾ ഈ പരിശുദ്ധമായ റമളാനു ഷരീഫിൽ പ്രവാചകൻ പഠിപ്പിച്ച കർമ്മങ്ങൾ തന്നെയാണോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? നോക്കൂ നിങ്ങൾ, അല്ലാഹ് കാക്കണേ എന്ന് പറയേണ്ടുന്നതിന് ബദൽ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന സമൂഹം, റമളാൻ മാസത്തിൽ ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന സമൂഹം, അവരുടെ വാദം എന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഗത്യന്തരമില്ലാത്ത സന്ദർഭത്തിൽ കുടുങ്ങിയാൽ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അവര് സഹായിക്കും. എവിടെന്ന് വിളിച്ചാലും അവർ കേൾക്കും, എവിടെന്ന് വിളിച്ചാലും അവർ ഉത്തരം ചെയ്യും. എന്നാൽ സഹോദരങ്ങളെ, ബദരീങ്ങളാണ് ഉഹദിൽ പങ്കെടുത്തവർ. ആ ഉഹദിൽ വെച്ച് അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങൾ ബദറിൽ ഞങ്ങളുടെ 70ഓളം സഹോദരങ്ങളെ നിങ്ങൾ വകവരുത്തിയിട്ടുണ്ടെങ്കിൽ ബദറിൽ നിങ്ങൾ ഞങ്ങളെ അടിച്ചടിക്ക്, ഞങ്ങൾ ഇതാ ഉഹദിൽ നിങ്ങളെ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ വെല്ലുവിളിച്ചത് ബദരീങ്ങളോടാണ്. ആ ബദറിൽ ധീരമായി പോരാടിയതായ ബദരീങ്ങളെ ഉഹദിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ തല വെട്ടിപ്പൊളിക്കുമ്പോൾ ആ ബദരീങ്ങൾക്ക് അവരുടെ ശരീരം കാക്കാൻ കഴിഞ്ഞില്ല. ബദരീങ്ങളുടെ നേതാവായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലിന് അടി കൊണ്ടിട്ട് പല്ല് പൊട്ടി, പ്രവാചകന്റെ തലക്ക് പരിക്കേറ്റു, പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. എത്രമാത്രം ക്രൂരമായ അക്രമമാണ് അവർ പ്രവാചകനെതിരെ നടത്തിയത്. ആ ബദരീങ്ങളുടെ നേതാവിന് അവരെ തടുക്കാൻ കഴിഞ്ഞില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് യമാൻ റളിയല്ലാഹു അൻഹുവിനെ ആള് മാറി ബദരീങ്ങൾ വെട്ടി.
ബദരീങ്ങളാണ് ഉഹദിൽ യുദ്ധം നടത്തുന്നത്, ബദറിൽ പങ്കെടുത്തവർ. അവരുടെ കൂട്ടത്തിലുള്ള സ്വഹാബി മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന് തിരിച്ചറിയാതെ മുശ്രിക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ബദരീങ്ങൾ പോയി വെട്ടിക്കൊന്നു സഹോദരങ്ങളെ. അപ്പോൾ ആ ബദരീങ്ങളെയാണ് വിളിക്കുന്നത്. എന്ത് ചോദിച്ചാലും അവർ ഉത്തരം ചെയ്യുമെന്നുള്ള വിശ്വാസവും ധാരണയുമായി ബദരീങ്ങളെ വിളിക്കുന്ന ആളുകൾ, ഉഹദീങ്ങളെ വിളിക്കുന്ന ആളുകൾ, ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ആളുകൾ, ഒരുപാട് ബിദ്അത്ത്. അള്ളാഹുവിന്റെ റസൂൽ മരിക്കുന്നത് വരെ ഈ ബദരീങ്ങളുടെ ആണ്ടിന് പ്രവാചകൻ നിന്നിട്ടില്ല, പ്രവാചകന്റെ സഹാബാക്കൾ നിന്നിട്ടില്ല, താബീകളോ താബീകളോ നിന്നിട്ടില്ല. ഇത്തരം ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ റബ്ബേ കാക്കണേ എന്ന് പറയുന്നതിന് ബദൽ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് പോലെയുള്ള പ്രവാചകൻ പഠിപ്പിക്കാത്ത ആചാരങ്ങളുമായി മഹ്ശറയിൽ വരുമ്പോ റസൂലുള്ള നമ്മോട് പറയും, സുഹ്ഖൻ സുഹ്ഖ, നിങ്ങൾക്ക് ഔലുൽ കൗസറില്ല, കടന്നു പോകൂ, എന്നിൽ നിന്ന് അകന്നു പോകൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ ഹൗലുൽ കൗസർ നൽകാതെ നമ്മെ ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും പ്രാർത്ഥനകളും അദ്കാറുകളും എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ, പ്രവാചകന്റെ സഹാബത്ത് പഠിപ്പിച്ചതുപോലെ, താബികളും താബികളും പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ നാം ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.